പോലെ നമുക്ക് ഇതുപോലെ സൂക്ഷിക്കാനാണെങ്കിലും ഇതേപോലത്തെ കവർ കിട്ടുമല്ലോ, നമ്മൾ സാധനങ്ങളൊക്കെ മേടിക്കുമ്പോൾ ഇതേപോലത്തെ കവർ കിട്ടുകയാണെങ്കിൽ അതിൽ പൊതിഞ്ഞിട്ട് നമുക്ക് എത്ര വേണേലും വെക്കാം കേട്ടോ. അപ്പോൾ പൊട്ടിപ്പോകത്തില്ല. ഒന്നിനോടൊന്ന് നമ്മൾ ഞെരുക്കി വെച്ചാൽ പോലും പൊട്ടിപ്പോകത്തില്ല. കാരണം ഈ സൈസ് പ്ലാസ്റ്റിക് കവറിനകത്തോട്ട് നമ്മൾ പൊതിഞ്ഞ് ഇതേപോലെ വെക്കുക. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും കൊണ്ടുപോകണമെങ്കിൽ തന്നെയും മുട്ട പൊതിഞ്ഞിട്ട് ഇതേപോലെ ബാഗിനകത്തോ ഒക്കെ വെക്കുകയാണെങ്കിൽ പൊട്ടിപ്പോകത്തില്ല കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഞെരുക്കി വെക്കുകയും ചെയ്യാം. ഇതിപ്പം എന്താണ് പാത്രത്തിനകത്ത് ഇതേപോലെ ഞെരുക്കി നമുക്ക് വെക്കാം. അപ്പം ഒന്നിനോടൊന്ന് മുട്ടി അത് പൊട്ടിപ്പോവില്ല. അപ്പം ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക എല്ലാവരും. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ ഇതേപോലെ പേരയ്ക്ക ആപ്പിളൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന കവറുണ്ടല്ലോ, അത് വെറുതെ കളയണ്ട. നമ്മൾ ഇതേപോലെ എണ്ണക്കുപ്പി, പൊട്ടുന്ന കുപ്പിയാണേലും അതേപോലെ എണ്ണ പിടിക്കുമ്പോൾ വഴുതി പോവും. അപ്പോൾ അങ്ങനെ ഇതേപോലെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് പിടിച്ച് എടുക്കാനൊക്കെ എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്ക് കുപ്പിക്കകത്ത് കണ്ടോ ഇതേപോലെ കയറ്റിയിട്ടാൽ മതി. പ്രത്യേകിച്ച് പൊട്ടുന്ന കുപ്പിയൊക്കെ ആണെങ്കിൽ നല്ലതായിരിക്കും. അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ ബാഗിനകത്തും ഇതേപോലെ തന്നെ നമുക്ക് ഈ ഒരു കവറുണ്ടെങ്കിൽ നമ്മൾ പിന്നെ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് കുത്തി കൊടുക്കുക. അപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവില്ല. നമുക്ക് കുട്ടികൾക്കാണെങ്കിലും കൊടുത്തു വിടുന്ന കുപ്പിയും വെള്ളവും ഒരു സൈഡിൽ തന്നെ ഇതേപോലെ അതിനകത്തോട്ട് നമുക്ക് ഹാങ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കാം. കുപ്പിയും വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവില്ല, കമന്ന് പോവില്ല. അപ്പോൾ ഇതേപോലെ അതിനകത്ത് തന്നെ ഇരുന്നോളും. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് ഇത് പ്രയോജനം ചെയ്യും കണ്ടോ. അപ്പോൾ ഇതേപോലെ പിന്ന് കുത്തിയിട്ട് ഒരു സൈഡിലോട്ടാക്കി കൊടുക്കുക. അപ്പോൾ ഇത് അതിനകത്ത് തന്നെ ഇങ്ങനെ ഇരുന്നോളൂ കേട്ടോ, ബാഗിനകത്ത്. ഇനി നമുക്ക് അടുത്ത നെക്സ്റ്റ് ടിപ്പിലോട്ട് എടുക്കാം. നമ്മൾ ഇതേപോലെ കാസറോളൊക്കെ നമ്മൾ കുറേ ദിവസം അടച്ച് വയ്ക്കുമ്പോഴത്തേനും അതിനകത്ത് നിന്നൊരു ബാഡ് സ്മെല്ല് ഉണ്ടാവും അല്ലേ. അപ്പോഴത്തേന് നമുക്ക് ഇതേപോലെ കുറച്ച് ഉപ്പ് പൊടി ഒരു പാത്രത്തിനകത്തോട്ടാക്കി ഇതുപോലെ ഒന്ന് ആക്കി വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ കാസറോള് എത്ര നാൾ ഇതേപോലെ അടച്ച് വെച്ചാലും അതിനകത്ത് നിന്നൊരു സ്മെല്ല് വരില്ല. അപ്പോൾ ഇതേപോലെ നമ്മൾ ഒഴിഞ്ഞ കാസറോൾ ഉണ്ടെങ്കിൽ ഉപ്പ് പൊടി ആക്കി വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ തുറക്കുമ്പോഴൊന്നും ആ ഒരു ബാഡ് സ്മെല്ല് നമുക്ക് കാണില്ല. അപ്പോൾ എന്തെങ്കിലും വെച്ച് അടയ്ക്കുന്നതിനൊന്നും ആ ഒരു സ്മെല്ല് അതിനകത്ത് നിൽക്കത്തില്ല. അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ ഇതേപോലെ മുളക് പൊടി ഉണ്ടല്ലോ, അതേപോലെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടിയൊക്കെ നമ്മൾ ചീത്തയാകാതിരിക്കാനായിട്ട് സ്വല്പം ഉപ്പ് പൊടി ഇതിനകത്തോട്ടൊന്ന് വിതറി കൊടുത്തിട്ട് കുടഞ്ഞു വെക്കുകയാണെങ്കിൽ നമുക്ക് ഈ സാധനങ്ങളൊന്നും ചീത്തയാകാതെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റും കേട്ടോ. അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ ഇതേപോലെ ബാഗ് കുട്ടികളൊക്കെ സിബ് നോക്കാതെ തന്നെ പെട്ടെന്ന് എടുക്കുകയൊക്കെ ചെയ്യുമല്ലേ. അപ്പോൾ അത് കൊളുത്തി പിടിക്കാനൊക്കെ അതിനകത്ത് ചാൻസ് ഉണ്ട്. അപ്പം ഇതേപോലെ ഒരു കുറച്ച് മാസിൽ ആ സിബിൻ്റെ ഭാഗത്തൊന്ന് ടച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ തുറക്കുകയാണെങ്കിൽ ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ സിബ് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കണം. നല്ല രീതിയിൽ ഓടി കിട്ടും കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് അതിൻ്റെ ആ സിബിൻ്റെ ആ പ്ലാസ്റ്റിക് കയറി തിരിക്കില്ല. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ കുട്ടികൾക്ക് സിബ് തുറക്കുന്നതിനും അടക്കുന്നതിനൊന്നും ബുദ്ധിമുട്ട് കാണില്ല.